നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിൽ പുട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പുട്ടിൻ്റെ കൂടെ നമ്മൾ ഒത്തിരി കോമ്പിനേഷൻസ് ട്രൈ ചെയ്തിട്ടുമുണ്ട്. പുട്ടും കടലയും പഴവും കറിയും അങ്ങനെ ഒത്തിരി 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 ഒത്തിരി. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് പുട്ടിൻ്റെ കൂടെ ഒരു അടിപൊളി സംഭവം ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല ചൂട് ആവി പറക്കുന്ന പുട്ടിൻ്റെ മേളിലോട്ട് ഞാൻ ഈ പറഞ്ഞ സംഭവം ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, കിടുക്കാച്ചിയാണ് കേട്ടോ. സംഭവം സിമ്പിളാണേ. നമ്മുടെ ചൂട് പുട്ടിൻ്റെ മേളിലോട്ട് നല്ല പായസം ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അയ്യേ അയ്യോ, പുട്ടും പായസമോ എന്നൊക്കെ ഇപ്പം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. നല്ല ചൂട് പുട്ടും പായസവും കൂടെ കുഴച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല കിളുകിളാന്നിരിക്കുന്ന ഒരു ടെക്സ്ചറാണ്. എനിക്ക് കുഴച്ചിട്ടും മതിയാവുന്നില്ലായിരുന്നു. അത്ര നല്ല സ്മൂത്ത് ടെക്സ്ചറായിരുന്നേ, നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിലിം സ്റ്റാർ ജയസൂര്യയോടൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ജേട്ടൻ നല്ല കൃത്യമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞുതരും. എപ്പോഴും വെറൈറ്റി സാധനങ്ങൾ കഴിക്കാതെ ഇടയ്ക്കൊരു വെറൈറ്റി ടേസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പുട്ടും പായസവും ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഞങ്ങൾ ഈ പായസം ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി മധുരം കുറച്ചുണ്ടാക്കിയത് കൊണ്ട് തന്നെ അധികം മടുക്കാതെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ഡെസേർട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊരു ഫീലാണ് ഇങ്ങനെ കുഴച്ചെടുത്ത് അത് വായിലോട്ടിട്ട് നല്ല അലുത്ത് പോകുന്നൊരു ടേസ്റ്റ് കിട്ടുമ്പോൾ.